നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മൗക്കോട് ഗവൺമെൻറ് എൽ പി സ്കൂൾ മുമ്പിലാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ പഴയ കാലങ്ങൾ നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാൻ പഠിച്ച സ്കൂള് കാണിച്ച ഒന്നാം ക്ലാസ് പഠിച്ചതും പിന്നെ 4ാം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ ബിൽഡിങ്ങെല്ലാം ഒന്ന് കാണിച്ചാൽ എനിക്ക്. അന്ന് ഞാൻ 1ാം ക്ലാസ് പഠിച്ച ബിൽഡിംഗ് ഇതാണ്. അന്നിത് ഓലമേഞ്ഞ ബിൽഡിംഗ് ഉണ്ടായി. അന്നിൻ്റെ വാതിൽ നിന്ന് മുൻവശത്തേക്കാണ്. ഇന്നിപ്പോൾ പുറകുവശത്തേക്ക് ഇപ്പം നേഴ്സറി ആയിട്ട് മാറ്റി. പിന്നെ ഇത് നമ്മുടെ ഓഫീസ്, പഴയ ഓഫീസ്. ഇപ്പോഴും ആ ഓഫീസ് എപ്പോഴും ഉണ്ട്. പിന്നെ ആ ഓടുമേഞ്ഞ ബിൽഡിങ്ങിലാണ് ഞാൻ 2 മുതൽ 4 വരെ പഠിച്ചത്. പിന്നെ സ്റ്റേജെല്ലാം ഇപ്പം വന്നതാണ്. പിന്നെ പുതിയ ബിൽഡിങ് മുകളിൽ വന്നിട്ടുണ്ട്. അതിലിപ്പം വന്ന ബിൽഡിങ്ങാണ്. അന്ന് എന്നെ പഠിപ്പിച്ച മാഷന്മാരുടെ പേരിലും ഓർമ്മയുണ്ട്. എൻ്റെ ഓർമ്മയുള്ളത് ഒന്ന് രാജഗോപാൽ മാഷാണ്, തിരുവനന്തപുരം പാറശാല മാഷ വീട്. പിന്നെ ഒരു അറബി മാഷുണ്ടായി, മലപ്പുറത്താറ്റ വീട്, ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗംഗാരം മാഷ വീട് എനിക്ക് ശരിക്കും അറിയില്ല എവിടെയാണ്. പിന്നെ തോമസ് മാഷുണ്ട്. തോമസ് മാഷ് ഇവിടെ പാലക്കുന്ന് തന്നെ ഉണ്ടായി. മാഷിപ്പാട് എല്ലാം അറിയില്ല. അങ്ങനെ ടീച്ചർമാരെ വലിയ പരിചയമില്ല അന്ന്. പിന്നെ നമ്മളെ സ്കൂളിൽ പിയൂന്ന് ജനാദേട്ടനാണ്. ജനാദേട്ടൻ ഇടയത്തട്ടാണ്. ഇത് നമ്മൾ പഴയ ഒരു വഴിയാണ്. വീട്ടിൽ സ്കൂളിലേക്ക് കയറിയുന്നൊരു വഴിയാണ്. ഇത് കരിങ്കൽ സ്റ്റെപ്പാണ് മൊത്തം താഴെ വരെ. ഈ സൈഡിൽ കൂടി ഞങ്ങൾ കളിക്കാനിറങ്ങുന്ന സമയത്ത് നേരെ അങ്ങോട്ടി അതിൻ്റെ ട്രൗസറും കയറിപ്പോവും. അന്ന് ട്രൗസറാണ്. പിന്നെ ഇപ്പോൾ സ്കൂളിലേക്ക് വരാൻ പുതിയൊരു വഴിയാണ്. ടാറിങ് റോഡായി. മേലിനോട് നേരിട്ട് കയറി വരുന്നത് റോഡാണ്. നേരെ റോഡിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ഒരു ഗേറ്റിൻ്റെ പണിയാണ് തുടങ്ങുന്നുണ്ട്. അന്ന് നമുക്ക് ഉച്ച ഭക്ഷണം പറയുന്നത് പാൽപ്പൊടിയും തരിയാണ്. തരി ഗോതമ്പ് നുറുക്കാണ്. പാൽപ്പൊടി നമുക്ക് ഉപ്പുമാവാക്കി തരും. ഇന്നത്തെ പോലെ ഭക്ഷണം ഉണ്ടാക്കാൻ വേറെ ആളൊന്നുമില്ല. അന്ന് പിയൂണിനെ ഭക്ഷണം ഉണ്ടാക്കണം. നമ്മളെ പിയൂണെന്ന് പറഞ്ഞാൽ ജനാദേട്ടനാണ്, ഇളയത്തേട്ടിലെ. അപ്പോൾ പാൽപ്പൊടിയും തരിയും സൂക്ഷിക്കുന്നത് ഈ ഓഫീസിലാണ്. അപ്പോൾ ജനാദേട്ടൻ അടുക്കള പോയ സമയത്തുള്ള നമ്മൾ പാൽപ്പൊടി ചാക്ക് പൊടിച്ചിട്ടുണ്ടാവും, അതിൽ നിന്ന് വാരി കഴിക്കും. ജനാദേട്ടൻ കണ്ട ചീത്ത പറയും. പക്ഷേ നമ്മൾ ആരും കാണാതെ കഴിക്കലാണ്. അത് ഭയങ്കര ടേസ്റ്റാണ് ആ പാൽപ്പൊടി. പച്ചക്കറി വയ്ക്കാൻ ഒരു മഞ്ഞ കളറാണ് ആ പാൽപ്പൊടിക്ക്. അത് ഉപ്പുമാക്കി ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കുറുക്കി കഴിക്കുമ്പോൾ അതും ഭയങ്കര ടേസ്റ്റാണ്. ഇതേപോലെ നിങ്ങൾക്കും ഇതുപോലെ അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ യൂട്യൂബിൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.